പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് രാജ്യത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമായി. LPG വിതരണത്തിലെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നതോടെ ഹോട്ടലുകൾക്കുള്ള വാണിജ്യ സിലിണ്ടർ വിതരണം നിർത്തി. ക്രൂഡ് ഓയിൽ LPG ശേഖരം ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് സംഭവിച്ച വീഴ്ചയാണ് രാജ്യത്തെ സ്ഥിതി ഗുരുതരമാക്കിയത്. ഇന്ത്യയിലെ LPG ലഭ്യത 62% ഇറക്കുമതിയെ ആശ്രയിച്ചാണ്. ഇതിൽ 90% ഹോർമുസ് കടലിടുക്കിലൂടെയാണ് വരേണ്ടത്. വാണിജ്യ സിലിണ്ടറുകൾ നിലച്ചതോടെ കേരളം കൂടാതെ ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ വൻ നഗരങ്ങളിൽ ഹോട്ടലുകളുടെയും റെസ്റ്റോറന്റുകളുടെയും പ്രവർത്തനം അവതാളത്തിലായി. പലയിടങ്ങളിലും റെസ്റ്റോറന്റുകൾ അടഞ്ഞു തുടങ്ങി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഇന്ത്യയിലെ ഇന്ധന വിതരണത്തെ ബാധിക്കില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദത്തിന് നേർവിപരീതമായാണ് രാജ്യത്തെ സ്ഥിതി. 70 ദിവസത്തേക്ക് പാചകവാതക വിതരണത്തിൽ തടസ്സമുണ്ടാകില്ലെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ 30 മുതൽ 40% വരെ കുറവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. മുംബൈയിൽ ഏകദേശം 20%-ഓളം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഇതിനോടകം പ്രവർത്തനം നിർത്തി. പല റെസ്റ്റോറന്റുകളും പാചകം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുന്ന വിഭവങ്ങൾ ഒഴിവാക്കുകയും പ്രവർത്തന സമയം വെട്ടിച്ചുരുക്കുകയും ചെയ്തു. ഇന്ത്യ പ്രതിവർഷം ഏകദേശം 31.3 ദശലക്ഷം ടൺ LPG ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ 87% ഗാർഹിക ആവശ്യങ്ങൾക്കും ബാക്കി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടുന്ന വാണിജ്യ മേഖലയിലുമാണ്. ആവശ്യകതയുടെ 62% ഇറക്കുമതിയിലൂടെയാണ് രാജ്യം കണ്ടെത്തുന്നത്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 85 മുതൽ 90% ഇല്ലാതായി. പ്രകൃതിവാതകത്തിന്റെ ഇറക്കുമതിയും നിലച്ചു. വിതരണത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും എന്നാൽ രാജ്യം പാചകവാതക ക്ഷാമം നേരിടുന്നില്ലെന്നുമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പ്രതികരണം. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ കുറവുണ്ടായി. അതേസമയം യുദ്ധം അവസാനിച്ചാലും ലഭ്യത സാധാരണ തോതിലാകാൻ മാസങ്ങളെടുക്കുമെന്നാണ് സൂചന.